ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ശേഷം എല്ലാവരും നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ. രാഹുൽ ദ്രാവിഡിൻ്റെ പിൻഗാമിയായിട്ടാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി നിയമിക്കപ്പെട്ടത്. ഭാരതീയ നിയമ സംഹിതയുടെ അടിസ്ഥാനത്തിൽ ആദ്യ കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ്? ഭാരതീയ നിയമ സംഹിതയുടെ അടിസ്ഥാനത്തിൽ ആദ്യ കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ആദ്യ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഗ്വാളിയാറിലായിരുന്നു ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ വിഷയം എന്തായിരുന്നു? 2024 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ വിഷയം എന്തായിരുന്നു? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റിയാണ് 2024 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ വിഷയം. ഇനി എന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം? ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. ഇനി 2023 തീം എന്തായിരുന്നു? വസുദൈവ കുടുംബകമായിരുന്നു 2023 അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെ വിഷയമായിരുന്നു വസുദൈവ കുടുംബകം. ഈ വർഷത്തെ എന്താണ്? 2024 യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഇനി അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. കേരള നിയമസഭാ ചട്ടങ്ങളുടെ മലയാള പരിഭാഷ ആധികാരികമാക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവൻ ആരായിരുന്നു? കേരള നിയമസഭാ ചട്ടങ്ങളുടെ മലയാള പരിഭാഷ ആധികാരികമാക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവൻ ആരായിരുന്നു? മാത്യു ടി തോമസ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പുതിയ പേരെന്ത്? കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പുതിയ പേര് എന്ത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. സംസ്ഥാനത്തെ ഹോട്ടലുകളിലെ നികുതി തട്ടിപ്പ് കണ്ടെത്താനായി GST വകുപ്പ് നടത്തിയ പരിശോധന ഏത്? സംസ്ഥാനത്തെ ഹോട്ടലുകളിലെ നികുതി തട്ടിപ്പ് കണ്ടെത്താനായി GST വകുപ്പ് നടത്തിയ പരിശോധന ഏത്? ഓപ്പറേഷൻ ഫാനം. 2024 യൂറോ കപ്പ് ജേതാക്കൾ. 2024 യൂറോ കപ്പ് നേടിയത് സ്പെയിനാണ് വിന്നേഴ്സ്. സ്പെയിൻ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് കപ്പ് നേടിയത്. റണ്ണറപ്പ് ഇംഗ്ലണ്ട് ആയിരുന്നു. 2024 യൂറോ കപ്പ് ജേതാക്കളാണ് സ്പെയിൻ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ജേതാക്കളായത്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ജേതാക്കളായത് അർജന്റീന.
കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത്. കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത്. അർജന്റീനയാണ് ജേതാക്കൾ. പുതിയ ലോകായുക്തയായി നിയമിതനായത് ജസ്റ്റിസ് എൻ അനിൽകുമാർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരെ? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ. രാജാറാം മോഹൻ റോയിയുടെ മിറാത്ത് ഉൾ അക്ബർ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? രാജാറാം മോഹൻ റോയിയുടെ മിറാത്ത് ഉൾ അക്ബർ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? പേർഷ്യൻ. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 1964 ജൂലൈ 14 നിലവിൽ വന്ന കമ്മീഷൻ. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 1964 ജൂലൈ 14 നിലവിൽ വന്ന കമ്മീഷൻ. കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1964. ഇനി രാധാകൃഷ്ണ കമ്മീഷൻ നിലവിൽ വന്നത് 1948. 1948. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. ഇത് യൂണിവേഴ്സിറ്റികളെക്കുറിച്ച്, സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് രാധാകൃഷ്ണ കമ്മീഷൻ കൊണ്ടുവന്നത്. 1948 ഇത് നിലവിൽ വന്നത്. അടുത്തതായിട്ട് വരുന്നത് ഏതാ? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 നിലവിൽ വന്നത്. 1952. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു മുതലിയാർ കമ്മീഷൻ. കൊല്ലമേതാണ്? 1952. ഏറ്റവും ആദ്യം നിലവിൽ വന്നത് രാധാകൃഷ്ണ കമ്മീഷനായിരുന്നു 1948. പിന്നീട് വന്നത് ഏതായിരുന്നു? മുതലിയാർ കമ്മീഷൻ 1952. പിന്നത്തെയാണ് 1964 കോത്താരി കമ്മീഷനാണ് 10+2 ഡിഗ്രി മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. 10+2+3 10+2 ഡിഗ്രി ഈ മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് കോത്താരി കമ്മീഷനാണ്. നിലവിൽ വന്നത് 1964. ഓക്കെ. ഇനി രാധാകൃഷ്ണ കമ്മീഷൻ എന്തായിരുന്നു? യൂണിവേഴ്സിറ്റി പഠനം, സർവകലാശാല വിദ്യാഭ്യാസമായിരുന്നു. മുതലിയാർ കമ്മീഷൻ എന്തായിരുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പദ്ധതിയും ത്രിഭാഷാ പദ്ധതിയും നടപ്പിലാക്കി. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത INC സമ്മേളനം. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത INC സമ്മേളനം ഏതാണ്? ഗയാ സമ്മേളനമാണ്. 1922 നടന്ന ഗയാ സമ്മേളനത്തിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ഇനി ആരൊക്കെയാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ്. ഇനി ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ്, സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഏത് സമ്മേളനത്തിലാണ്? ഗയാ സമ്മേളനം. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത INC സമ്മേളനം ഏതാണ്? ഗയാ സമ്മേളനം. 1922 നടന്ന ഗയാ സമ്മേളനത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഇനി പാർട്ടി എന്നാണ് നിലവിൽ വന്നത്? സ്വരാജ് പാർട്ടി എന്നാണ് നിലവിൽ വന്നത്?
1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. 1921 ജനുവരി 1. സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ്, സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഏത് സമ്മേളനമാണ്? ഗയാ സമ്മേളനം. 1922 നടന്ന ഗയാ സമ്മേളനത്തിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. എന്നാണ് രൂപീകരിച്ചത്? 1923 ജനുവരി 1. പക്ഷിപ്പനി പടർത്തുന്ന വൈറസ്. പക്ഷിപ്പനി പടർത്തുന്ന വൈറസ് ഏതാണ്? പക്ഷിപ്പനി പടർത്തുന്നത് H5N1. H5N1 ആണ് പക്ഷിപ്പനി പടർത്തുന്ന വൈറസ്. ഇനി H1N1 H1N1 ആണ് പന്നിപ്പനി. പന്നിപ്പനി പടർത്തുന്ന വൈറസാണ് H1N1. പക്ഷിപ്പനി H5N1. H5N1. ഇനി വാരിസെല്ല വൈറസ് എന്താണ് പടർത്തുന്നത്? ചിക്കൻ പോക്സ്. വാരിസെല്ല വൈറസ്, ചിക്കൻ പോക്സ്. വാരിസെല്ല വൈറസ് എന്താണ് പരത്തുന്നത്? ചിക്കൻ പോക്സ്. ഇനി പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മലമ്പനി, കാലാ അസർ. മലമ്പനിയും കാലാ അസറും പടർത്തുന്നത് ഏതാണ്? പ്രോട്ടോസോവ. ചിത്രലേഖ ഒരു മലയാള സാഹിത്യകാരിയുടെ അവസാന നോവലാണ്. ആരുടെ? ചിത്രലേഖ ഒരു മലയാള സാഹിത്യകാരിയുടെ അവസാന നോവലാണ്. ആരുടെ? P. വത്സല. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എംഫിസിമ. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർട്ടുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർട്ടുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം. ഗോവ. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? മുകളിൽ പറഞ്ഞവയെല്ലാം. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി. ഫംഗസ്. കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? കോഴിക്കോട്. വെള്ളവും വളവും കണികാരൂപത്തിൽ നൽകുന്ന രീതി. വെള്ളവും വളവും കണികാരൂപത്തിൽ നൽകുന്ന രീതി. ഫെർട്ടിഗേഷൻ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371A ഏത് സംസ്ഥാനത്തെ പറ്റി പറയുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371A ഏത് സംസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്? നാഗാലാൻഡ്. നാഗാലാൻഡിനെ പറ്റിയാണ് 371A പറയുന്നത്. നാഗാലാൻഡ് രൂപീകൃതമായതെന്നാണ്? 1963 ഡിസംബർ 4 നാഗാലാൻഡ് രൂപീകൃതമായത്. നാഗാലാൻഡ് തലസ്ഥാനം ഏതാണ്? കോഹിമ. കോഹിമയാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം.
ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ളൊരു സംസ്ഥാനമാണ് നാഗാലാൻഡ്. നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. ഇനി നാഗാലാൻഡുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യം ഏതാണ്? മ്യാൻമാറാണ്. നാഗാലാൻഡുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യം ഏതാണ്? മ്യാൻമാർ. പിന്നെ ഒരു സവിശേഷത കൂടിയുണ്ട്. പഞ്ചായത്തി രാജ് നിലവിലില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ്. പഞ്ചായത്തി രാജ് നിലവിലില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് നാഗാലാൻഡ്. നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? മിഥുൻ എന്ന കാളയാണ് നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക മൃഗം. മനസ്സിലായോ? അപ്പോൾ നാഗാലാൻഡ് നിലവിൽ വന്നത് 1963 ഡിസംബർ 4-നാണ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏതാണ്? കോഹിമയാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം. പിന്നെ നാഗാലാൻഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? തിമോഗ എന്നും നാഗാലാൻഡ് അറിയപ്പെടുന്നുണ്ട്. ഇനി നാഗാലാൻഡിൽ നിലവിലില്ലാത്തത് ഏതാണ്? പഞ്ചായത്തി രാജ് നിലവിലില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇനി നാഗാലാൻഡിൻ്റെ അയൽ രാജ്യം, നാഗാലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? മ്യാൻമാറാണ്. നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? മിഥുൻ എന്ന കാളയാണ് നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക മൃഗം. ക്ലോറോഫോം നിറമുള്ള കുപ്പികളിൽ പൂർണ്ണമായും നിറച്ച് വായു സാന്നിധ്യം ഒഴിവാക്കിക്കൊണ്ടാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? ക്ലോറോഫോം നിറമുള്ള കുപ്പികളിൽ പൂർണ്ണമായും നിറച്ച് വായു സാന്നിധ്യം ഒഴിവാക്കിക്കൊണ്ടാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വായു ക്ലോറോഫോമിനെ ഫോസ്ജീൻ വാതകമാക്കി മാറ്റുന്നു. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലെ ക്ലോറോഫോം ഫോസ്ജീൻ എന്ന വാതകമായി മാറുന്നു. കാലാസർ എന്ന രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊളോയിഡ് ഏത്? കാലാസർ എന്ന രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊളോയിഡ് ഏത്? കൊളോയിഡൽ ആൻറ്റിമണി. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ്. അൽഫോൻസോ ഡി അൽബുക്കർക്ക്. മിശ്ര കോളനി വ്യവസ്ഥ എന്ന് വെച്ചാൽ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. ഇതിനായി എല്ലാ അവകാശങ്ങളും നൽകി അവരെ കോട്ടയ്ക്കകത്ത് പാർപ്പിച്ചു. ഒരു കോട്ടയുണ്ടാക്കി അതിനകത്ത് അവരെ പാർപ്പിച്ചു. ഇങ്ങനെ സങ്കര വാസ സങ്കേതങ്ങൾ സ്ഥാപിക്കുക എന്ന നയം ഇവർ സ്വീകരിച്ചു. പക്ഷേ ഇത് പോർച്ചുഗീസുകാരുടെ പതനത്തിന് തന്നെ കാരണമാവുകയാണ് ചെയ്തത്. പോർച്ചുഗീസുകാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സന്നദ്ധതയുള്ള ഒരു പുതിയ ജനവർഗത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പോർച്ചുഗീസുകാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഒരു പുതിയ ജനവർഗത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ട് പോർച്ചുഗീസുകാരെ വിചാരിച്ചത്. പക്ഷെ അതൊരു വളരെ വലിയൊരു പരാജയമായിരുന്നു. കാൻഫെഡിൻ്റെ പ്രവർത്തനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കാൻഫെഡ് പ്രവർത്തനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അനൗപചാരിക വിദ്യാഭ്യാസം. കാൻഫെഡ് എന്നാൽ എന്താണ്? കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്
കാൻഫെഡിൻ്റെ ഫുൾ ഫോം. ഈ കാൻഫെഡ് എന്തിനാണ് രൂപീകരിച്ചത്? അനൗപചാരിക വിദ്യാഭ്യാസം നൽകുക എന്നതാണ് കാൻഫെഡിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ആസ്ഥാനം എന്താണ്? തിരുവനന്തപുരമാണ് കാൻഫെഡിൻ്റെ ആസ്ഥാനം. ഇതിന് നേതൃത്വം നൽകിയിരുന്നത് PN പണിക്കരാണ്. PN പണിക്കർ നേതൃത്വം നൽകിയിരുന്നത് PN പണിക്കരാണ്. ഒന്നുകൂടി നോക്കാം. കാൻഫെഡിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. ഇത് രൂപം കൊണ്ടത് 1997 ജൂൺ 30-നാണ്. ജൂൺ 30, 1997 ജൂൺ 30-നാണ് കാൻഫെഡ് രൂപം കൊണ്ടത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇത് നേതൃത്വം കൊടുത്തത് ആരാണ്? PN പണിക്കർ. കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അനൗപചാരിക വിദ്യാഭ്യാസത്തെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. കൊച്ചി മുസരീസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൊച്ചി മുസരീസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കലാപ്രദർശനവുമായിട്ടാണ് കൊച്ചി മുസരീസ് ബിനാലെ ബന്ധപ്പെട്ടത്. 2 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന കലാപ്രദർശനങ്ങളെയാണ് ബിനാലെ എന്ന് പറയുന്നത്. ബിനാലെ എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന പ്രദർശനങ്ങളെയാണ് ബിനാലെ എന്ന് പറയുന്നത്. കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് ഈ കലാപ്രദർശനങ്ങൾ നടക്കുന്നത്. കേരള സർക്കാരിൻ്റെ പിന്തുണയോടെ കൊച്ചി ബിനാലെ ഫൗണ്ടേഷനാണ് കലാപ്രദർശനങ്ങൾ നടത്തുന്നത്. ആരുടെ പിന്തുണയോടെയാണ്? കേരള സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി കൊച്ചി ബിനാലെയാണ് ഈ കലാപ്രദർശനം നടക്കുന്നത്. ബിനാലെ എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ നടക്കുന്നത് എന്നാണ്. കൊച്ചിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കലാപ്രദർശനമാണ് കൊച്ചി മുസരീസ് ബിനാലെ.